പെട്ടെന്ന് ഇങ്ങനെ സന്തോഷത്തോടും വളരെ ആനന്ദത്തോടും ഇരിക്കുന്ന ഒരു സമയത്താണ് വളരെ പെട്ടെന്ന് ഒരു സഹനം ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. സഹനം തരുന്നത് പിശാചാണ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് ചിന്തിക്കുകയും ആത്മീയ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നവരാണെങ്കിൽ പിശാചിൻ്റെ പ്രലോഭനങ്ങളെ നേരിടാനായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കണം. അവനെ ചെറുത്ത് നിൽക്കാനുള്ള കരുത്തും ബലവും നമുക്കുണ്ടാവുകയും വേണം. അതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവായിട്ടൊരു എനർജി, നെഗറ്റീവായിട്ടുള്ള എനർജിയും തിരിച്ചറിയാനുള്ളൊരു പ്രത്യേകമായിട്ടുള്ള കൃപ നമുക്ക് ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രം കിട്ടുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ചുറ്റും ഫുൾ നെഗറ്റീവ് എനർജികളാണ്. ഞാൻ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിക്കുന്നവരുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റും നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കും നമ്മളെ ഏറ്റവും അധികമായിട്ട് വേദനിപ്പിക്കുക. അവർക്ക് വിശ്വാസം ഉണ്ടാവണമെന്നില്ല, അവർ വേറൊരു വിശ്വാസത്തിലോ ചിലപ്പോൾ വിശ്വാസം ഒട്ടും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ചിലപ്പോൾ അവർ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്, പ്രാർത്ഥിക്കാൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ചിലർ സപ്പോർട്ട് ചെയ്ത് പോലും നിൽക്കാറില്ല. പക്ഷേ എന്തിരുന്നാലും പെട്ടെന്നായിരിക്കും നമുക്ക് കാണാൻ പറ്റും, ഒരു ദിവസം വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു കാര്യവും കൂടാതെ നമ്മളിങ്ങനെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും, വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തും. അത് അവിടെയാണ് നമ്മുടെ കഴിവ്. അതായത് പിശാച് എപ്പോഴും നോക്കുന്നത് നമ്മുടെ ബലഹീനതകളാണ്. എവിടെയാണ് നമ്മുടെ ബലഹീനത? നമ്മൾ സർവ്വസാധാരണമായിട്ട് നമ്മൾ പറയാറുണ്ട്, ഒരാൾ നമ്മളെ ചീത്ത വിളിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ച് ചീത്ത വിളിക്കും. അത് പ്രത്യേകിച്ച് പറയേണ്ട മലയാളികളുടെ പ്രത്യേക സ്വഭാവം അങ്ങനെയാണല്ലേ. ഒരാൾ വഴിയിലിട്ട് തല്ലി ആരാണ് തിരിച്ചു തല്ലാത്തത്? രക്ഷപ്പെടാൻ വേണ്ടി നമ്മളത് അറ്റാക്ക് ചെയ്തിരിക്കൂലേ. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഏറ്റവും അധികമായിട്ട് കീറിമുറിക്കുന്ന ഒരു വാക്കുകളാണ് നമ്മളെ കീറിമുറിച്ച് നമ്മളെ കൊല്ലുന്നത് ഒരാളുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന വാക്കുകളാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് അവരോട് പ്രതികരിക്കുന്ന രീതി പോലെ ഇരിക്കും നമ്മളും നമ്മുടെ ആത്മീയമായിട്ടുള്ള ജീവിതവും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. നമ്മൾ അവരോട് അതേ രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നതെങ്കിൽ നമ്മളും ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈശോ പറഞ്ഞിരിക്കുന്നത് സ്നേഹിക്കാനാണ്, അല്ലേ? അപ്പോൾ സ്നേഹത്തിൽ ഏറ്റവും അധികമായിട്ട് വേണ്ട എന്താണ്? ക്ഷമയാണ്. ക്ഷമയും ദയയും ഉള്ളവർക്ക് മാത്രമാണ് ഒരു കുടുംബജീവിതം കണ്ടിന്യൂ ചെയ്യാനായിട്ട്, കുടുംബജീവിതം എന്ന് മാത്രമല്ല ഏതൊരു റിലേഷൻഷിപ്പും കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഏത് മനുഷ്യനാണ് നമ്മുടെ തെറ്റുകൾ, അതായത് മറ്റുള്ളവരുടെ തെറ്റുകൾ എൻ്റെ തെറ്റാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്നത് ഏത് മനുഷ്യനാണുള്ളത്? ആരും ചെയ്യില്ല, അല്ലേ?